ആയിരത്തൊന്ന് രാവുകളിൽ ഒന്നാം രാവ് തൊട്ട് മൂന്നാം രാവിൻ്റെ ഒരു ഭാഗം വരെയുള്ള കഥ. കച്ചവടക്കാരനും ഭൂതവും. ഒരു ദിവസം ഒരു കച്ചവടക്കാരൻ കാട്ടിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. ക്ഷീണിച്ചപ്പോൾ അയാൾ ഒരിടത്തിരുന്ന് ഈത്തപ്പഴം തിന്നാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഒരു വലിയ ഭൂതം അയാളുടെ മുമ്പിൽ. "കൊല്ലും നിന്നെ ഞാൻ! നീ എൻ്റെ കുഞ്ഞിനെ കൊന്നു. നീ എറിഞ്ഞ ഈത്തപ്പഴക്കുരു വീണാണ് എൻ്റെ പൊന്നുമോ മരിച്ചത്" എന്ന് പറഞ്ഞുകൊണ്ട് ഭൂതം അയാളുടെ നേർക്കടുത്തു. "എന്നെ തൽക്കാലം വിട്ടയക്കണേ. എൻ്റെ സ്വത്ത് മുഴുവൻ ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ പേരിൽ എഴുതി വെച്ചിട്ട് മടങ്ങി വരാം." കച്ചവടക്കാരൻ ഭൂതത്തിൻ്റെ കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി. ഭൂതമാണെങ്കിലും അതിനും അനുകമ്പയുണ്ട്, സത്യബോധവും നീതിബോധവുമുണ്ട്. അത് കച്ചവടക്കാരനെ വിട്ടയച്ചു. കച്ചവടക്കാരൻ നാട്ടിൽ പോയി സ്വത്തെല്ലാം അവകാശികൾക്ക് എഴുതി വെച്ചു. സ്വന്തക്കാരോടും ബന്ധുക്കളോടും യാത്ര പറഞ്ഞ് ഭൂതത്തെ കണ്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തി. കച്ചവടക്കാരൻ ഭൂതത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3 ഷെയ്ഖുകൾ അവിടെ എത്തിച്ചേർന്നു. ഒരു ഷെയ്ഖ് ഒരു കലമാനിനെയും പിടിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. മറ്റൊരു ഷെയ്ഖിൻ്റെ കയ്യിൽ 2 നായ്ക്കൾ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഷെയ്ഖിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു കോവർ കഴുതയായിരുന്നു. അവർ കച്ചവടക്കാരനോട് ചോദിച്ചു, "ഹേ മനുഷ്യ, ഭൂതബാധയുള്ള പ്രദേശത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കാൻ നിനക്ക് ഭ്രാന്തുണ്ടോ?" കച്ചവടക്കാരൻ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. കഥ കേട്ട് ഷെയ്ഖുകൾക്ക് വല്ലാത്ത വ്യസനം തോന്നി. അപ്പോഴേക്കും ഭൂതം വായും പിളർന്ന് അലറിക്കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു. കച്ചവടക്കാരനോടൊപ്പം ഷെയ്ഖുകളും വിറയ്ക്കാൻ തുടങ്ങി. എന്നാലും കച്ചവടക്കാരൻ്റെ കഥ കേട്ട് ദയ തോന്നിയ ഷെയ്ഖുകളിൽ ഒരുവൻ ഒരുവിധം ധൈര്യം സംഭരിച്ച് ഭൂതത്തോട് പറഞ്ഞു, "ഹേ വന്ദ്യനായ ഭൂതരാജാവേ, എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ കലമാനിൻ്റെ അത്ഭുതകരമായ കഥ ഞാൻ അങ്ങേ കേൾപ്പിക്കാം. ഈ കച്ചവടക്കാരൻ്റെ രക്തത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് തന്നാൽ മതി." ഭൂതം പറഞ്ഞു, "ശരി, അത്ര വിചിത്രമായ കഥയാണെങ്കിൽ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ അവൻ്റെ രക്തത്തിൽ ഒരു പങ്ക് നിനക്ക് തരാം." ഒന്നാമത്തെ ഷെയ്ഖിൻ്റെ കഥ. ഷെയ്ഖ് കഥ പറയാൻ തുടങ്ങി. "ഞാൻ വിവാഹം ചെയ്ത് ഭാര്യയുമായി കുറച്ചു കാലം സുഖമായി താമസിച്ചു. എന്നാൽ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനൊരു അടിമ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അവളിൽ എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമായി തീർന്നു. ഒരിക്കൽ കച്ചവട സംബന്ധമായി നാടുവിടേണ്ടി വന്ന എനിക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടിയ വാർത്ത അസഹനീയമായിരുന്നു. എൻ്റെ കുഞ്ഞും അവൻ്റെ അമ്മയും മരിച്ചു പോയെന്ന് എൻ്റെ ആദ്യ ഭാര്യ എന്നെ ധരിപ്പിച്ചു. എനിക്ക് ആ നടുക്കത്തിൽ നിന്നുണരാൻ കുറേ കാലം വേണ്ടി വന്നു. ഒരു ദിവസം അറുക്കാനായി എൻ്റെ കന്നിൻകൂട്ടത്തിൽ ഒന്നിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ നല്ല തടിച്ച ഒരെണ്ണത്തെ തിരഞ്ഞെടുത്ത് കൊടുത്തയച്ചു. അതെന്നെ കണ്ടപ്പോഴേക്കും ഒച്ചയെടുക്കാനും ബഹളം കൂട്ടാനും തുടങ്ങി. അത് വകവയ്ക്കാതെ ഞാനതിനെ വെട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, മാംസമോ രക്തമോ അതിൽ നിന്ന് കിട്ടിയില്ല. കുറേ എല്ലും തോലും മാത്രമാണ് ലഭിച്ചത്. വീണ്ടും ഒരു പശുക്കുട്ടിയെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. അവൾ നല്ല തടിച്ച ഒരു പശുക്കുട്ടിയെ കൊടുത്തയച്ചു. അതും എന്നെ കണ്ടപ്പോൾ ദീനദീനമായി നിലവിളിക്കാൻ തുടങ്ങി. ആ പശുക്കുട്ടിയിൽ അനുകമ്പ തോന്നിയ ഞാൻ അതിനെ പശുക്കളെ നോക്കിയിരുന്നവന് സമ്മാനമായി കൊടുത്തു. പിറ്റേ ദിവസം അയാൾ പശുക്കുട്ടിയെയും കൊണ്ട് തിരിച്ചു വന്നു. "യജമാനനെ, എൻ്റെ മകൾ പറയുന്നു ഇത് പശുക്കുട്ടിയല്ലെന്ന്. ഞാൻ ഇതിനെ കൊണ്ടു ചെന്നപ്പോൾ അവൾ ചോദിച്ചത് അച്ഛൻ എന്തിനാ ഈ ചെറുപ്പക്കാരനെ എനിക്ക് കൊണ്ടുവന്ന് തന്നതെന്നാണ്. അവളുടെ അഭിപ്രായത്തിൽ ഇത് അങ്ങയുടെ മകനാണ്. നേരത്തെ കൊന്ന പശു അങ്ങയുടെ പ്രിയതമയും. അങ്ങയുടെ ആദ്യ ഭാര്യയ്ക്ക് മന്ത്രവാദം അറിയാമല്ലോ, അവർ ചെയ്ത പണിയാണിത്." ഇത് കേട്ട് ഷെയ്ഖ് വ്യസനാക്രാന്തനായി പശുപാലൻ്റെ വീട്ടിലേക്ക് ചെന്നു. അയാളുടെ മകളോട് പറഞ്ഞു, "മകനെ എങ്ങനെയെങ്കിലും പഴയ രൂപത്തിലാക്കി തനിക്ക് നൽകണം." അവൾ പകരം 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഷെയ്ഖിൻ്റെ മകനെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിക്കണം. അവൻ്റെ അപ്രകാരമാക്കിയ മന്ത്രവാദിനിയെ തനിക്കിഷ്ടമുള്ളതുപോലെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കാൻ അനുവദിക്കുകയും വേണം. ഷെയ്ഖ് സമ്മതിച്ചു. അങ്ങനെ രൂപം മാറിയ ഷെയ്ഖിൻ്റെ ആദ്യ ഭാര്യയാണ് എൻ്റെ കൂടെയുള്ള കലമാൻ. രണ്ടാമത്തെ ഷെയ്ഖിൻ്റെ കഥ. ഭൂതത്തിന് കഥ വളരെ ഇഷ്ടമായി. കച്ചവടക്കാരൻ്റെ രക്തത്തിൽ ഒരു ഭാഗം നൽകാമെന്ന് സമ്മതിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഷെയ്ഖ് മറ്റൊരഭ്യർത്ഥനയുമായി എത്തി. "ഞാൻ എൻ്റെ പക്കലുള്ള നായ്ക്കുട്ടികളെക്കുറിച്ച് മറ്റൊരു അത്ഭുത കഥ പറയാം. പക്ഷേ കച്ചവടക്കാരൻ്റെ രക്തത്തിൽ ഒരു പങ്ക് എനിക്ക് വിട്ടുതരണമെന്ന് മാത്രം." ഭൂതം സമ്മതിച്ചു. ഷെയ്ഖ് കഥ തുടങ്ങി. "ഞങ്ങൾ 3 സഹോദരന്മാരായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ സ്വത്ത് 3ആയി ഞങ്ങൾ പങ്കിട്ടെടുത്തു. ഓരോരുത്തരും അവരുടെ പങ്ക് കൊണ്ട് കച്ചവടം തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അതിലൊരു സഹോദരന് പുറം രാജ്യങ്ങളിൽ പോയി ഭാഗ്യം അന്വേഷിക്കാൻ മോഹമായി. ഭാഗ്യം കൊണ്ട് ഞാൻ അതിനൊരുങ്ങിയില്ല. മറ്റ് 2 സഹോദരന്മാരും പുറപ്പെട്ടു പോയി. എന്നാൽ ഭാഗ്യദേവത അവരെ കടാക്ഷിച്ചില്ല. എല്ലാവർക്കും മുതലും പോയി. വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. സഹോദരന്മാരുടെ സ്ഥിതിയിൽ അലിവ് തോന്നിയ ഞാൻ എൻ്റെ മുടക്ക് മുതലിന് ഊനം തട്ടാതെ കിട്ടുന്ന ആദായം 3ആയി പങ്കിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കച്ചവടം ഒരുവിധം നന്നായി നടക്കുകയായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കപ്പലിൽ യാത്ര പുറപ്പെട്ടു.
കപ്പലിൽ വെച്ച് മുഷിഞ്ഞ് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു യുവതി എന്നെ സമീപിച്ച് അവളെയും കൂടി എൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചു. അവളുടെ ദയനീയ സ്ഥിതിയിൽ ദയ തോന്നിയ ഞാൻ സമ്മതിച്ചു. അവൾക്ക് ഞാൻ നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും കൊടുത്തു. നല്ല വസ്ത്രമണിഞ്ഞപ്പോൾ അവൾ ഒരു രാജകുമാരിയെപ്പോലെ ശോഭിച്ചു. ക്രമേണ അവൾ എൻ്റെ ഭാര്യയായി തീർന്നു. എൻ്റെ ഭാഗ്യത്തിൽ അസൂയ കലുഷിതരായിരുന്ന സഹോദരന്മാർ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്നിരുന്ന എന്നെയും അവളെയും കടലിലേക്കെടുത്തെറിഞ്ഞു. ഞെട്ടി ഉണർന്ന ഞാൻ കണ്ടത് അവൾ ഒരു വലിയ ഭൂതമായി എന്നെയും തോളിലേറ്റി പോകുന്നതാണ്. അവൾ എന്നെ എൻ്റെ വീടിൻ്റെ ടെറസിലെത്തിച്ചു. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ നശിച്ചേനെ. അവൾ യഥാർത്ഥത്തിൽ ഒരു ഭൂതമായിരുന്നെന്നും എൻ്റെ ദയാപൂർവമായ പെരുമാറ്റത്തിൽ ആകൃഷ്ടയായിട്ടാണ് എന്നെ വിവാഹം കഴിച്ചതെന്നും പറഞ്ഞു. സഹോദരന്മാരെ രണ്ടുപേരെയും താൻ കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് അവൾ അപ്രത്യക്ഷയായി. അവരെ കൊല്ലരുതേ എന്ന് ഞാൻ താണ് വീണപേക്ഷിച്ചിട്ടും കാര്യമുണ്ടായില്ല. പിറ്റേ ദിവസം കടപൂട്ടി വീട്ടിലേക്ക് ചെന്ന് എന്നെ സ്വാഗതം ചെയ്തത് ഈ 2 നായ്ക്കളായിരുന്നു. എന്നെ കണ്ട ഉടനെ ഈ നായ്ക്കൾ എൻ്റെ വസ്ത്രത്തുമ്പിൽ പിടിച്ച് ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. എൻ്റെ സഹോദരി മാന്ത്രിക വിദ്യയിൽ എന്നേക്കാൾ ജ്ഞാനമുള്ളവളാണ്. അവളാണ് ഇവരെ ഈ രൂപത്തിലാക്കിയത്. 10 കൊല്ലം കഴിയാതെ അവർക്ക് ശാപമോക്ഷം കിട്ടുകയില്ല. അല്ലയോ ഭൂതരാജാവേ, ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞു. എൻ്റെ ഭാര്യ സഹോദരിയോട് വീണ്ടും ഇവരെ പൂർവ്വസ്ഥിതിയിലാക്കി തരുവാൻ അപേക്ഷിക്കാനാണ് ഞാൻ ഈ വഴി വന്നത്. ഭൂതം പറഞ്ഞു, ശരി, നിന്റെ കഥ വളരെ വിചിത്രം തന്നെ. ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഈ മനുഷ്യൻ്റെ രക്തത്തിൽ 1/3 ഭാഗം നിനക്കുള്ളതാണ്. മൂന്നാമത്തെ ഷെയ്ഖിൻ്റെ കഥ. അപ്പോഴേക്കും മൂന്നാമത്തെ ഷെയ്ഖ് ഭൂതത്തിൻ്റെ മുൻപിൽ പ്രവേശിച്ചു. ഇവരുടെ 2 പേരുടെയും കഥകളേക്കാൾ അത്ഭുതകരമാണ് എനിക്ക് പറയാനുള്ള കഥ. പക്ഷേ അങ്ങ് ദയവ് ചെയ്ത് ഈ മനുഷ്യൻ്റെ ശേഷിച്ച രക്തം എനിക്ക് തരണം. മൂന്നാമത്തെ ഷെയ്ഖ് കഥ തുടർന്നു. എൻ്റെ കയ്യിലുള്ള ഈ കോവർ കഴുത എൻ്റെ ഭാര്യയായിരുന്നു. ഒരിക്കൽ 1 കൊല്ലത്തോളം കച്ചവട സംബന്ധമായി ഇവളെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. ഒരു രാത്രി തിരിച്ചെത്തിയ ഞാൻ കണ്ടത് ഇവൾ എൻ്റെ കറുത്ത അടിമയോടൊന്നിച്ച് എൻ്റെ കിടക്കയിൽ ശയിക്കുന്നതാണ്. അവരുടെ കളിയും ചിരിയും ചുംബന ലീലങ്ങളുമാണ് എന്നെ സ്വീകരിച്ചത്. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവൾ ഒരു പാത്രം വെള്ളവുമായി എൻ്റെ നേരെ ചാടി വീണു. എന്തോ മന്ത്രിച്ചിട്ട് അവൾ ആ വെള്ളം എൻ്റെ ദേഹത്ത് തളിച്ച് നായയായി തീരട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ഞാനൊരു നായയായി തീർന്നു. അവൾ എന്നെ വീട്ടിൽ നിന്നും ഓടിച്ചു. അലഞ്ഞു തിരിഞ്ഞ് ഞാൻ ഒടുവിൽ ഇറച്ചിക്കടയിലെത്തി. അവിടെ കിടന്നിരുന്ന എല്ല് തിന്നാൻ തുടങ്ങിയ എന്നെ കച്ചവടക്കാരൻ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇറച്ചി കച്ചവടക്കാരൻ്റെ മകൾ എന്നെ കണ്ട ഉടനെ ലജ്ജിച്ച് അവളുടെ മുഖാവരണം എടുത്തിട്ടു. അവൾ അച്ഛനോട് പറഞ്ഞു, ഇതെന്താണ് എൻ്റെ അടുത്തേക്ക് ഒരു പുരുഷനെ കൊണ്ടുവരുന്നത്? അയാൾ അമ്പരന്നു. അതെ അച്ഛാ, ഇതൊരു മനുഷ്യൻ തന്നെയാണ്. ഇയാളെ നായയാക്കിയതൊരു സ്ത്രീയാണ്. ഇയാളെ ഞാൻ രക്ഷിക്കാം. അവൾ എന്തോ മന്ത്രിച്ചു. കുറേ വെള്ളത്തുള്ളികൾ എൻ്റെ മേൽ തളിച്ചു. പെട്ടെന്ന് ഞാൻ പൂർവ്വരൂപത്തിലായി. സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ അവളെ വണങ്ങി. എൻ്റെ ദുഷ്ടയായ ഭാര്യയെ ഇതുപോലെ മാന്ത്രിക ശക്തി കൊണ്ട് ശിക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അവൾ എനിക്ക് കുറച്ച് വെള്ളം തന്ന് ഭാര്യ ഉറങ്ങിക്കിടക്കുമ്പോൾ അവളെ ഇഷ്ടമുള്ള രൂപത്തിൽ സങ്കല്പിച്ച് തളിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യയെ ഞാൻ കോവർ കഴുതയാക്കി. കഥ പറഞ്ഞു തീർന്നപ്പോൾ ഭൂതം കഴുതയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇത് സത്യമാണോ? അവൾ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഈ കഥ ഭൂതത്തെ വികാരപരവശനാക്കി. കച്ചവടക്കാരൻ്റെ രക്തത്തിൽ അവശേഷിച്ച പങ്ക് അയാൾക്കും നൽകി. അങ്ങനെ കച്ചവടക്കാരൻ പൂർണ്ണമായും ഷെയ്ഖുകളുടെ അധീനതയിലായി. അവർ അയാളെ സ്വതന്ത്രനാക്കി വിട്ടു. അടുത്ത കഥ മുക്കുവൻ്റെ കഥയാണ്. അത് നമുക്ക് നാളെ കേൾക്കാം.